ഇത്ര കാണുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ ഒരെണ്ണം. പിന്നെ ഇതെന്ത് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിയാണോന്ന് വെച്ചാൽ ചകിരിയല്ല ഇവർ ഈ കൂട് വെച്ചേക്കുന്നത്. ഞാൻ കുറേ നേരമായിട്ട് എൻ്റെ പുറകിന് ഒരാൾ വന്നിരിപ്പുണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക്, നമ്മുടെ സെക്കൻഡ് വ്ളോഗാണ്. അപ്പം നമ്മൾ രാവിലെ എല്ലാം റെഡിയായി കോളേജിലോട്ട് പോവാണ്. അപ്പം എന്തൊക്കെയോ പരിപാടിയൊക്കെയാണ്. നമുക്ക് പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പം തിരിച്ച് വീട്ടിലോട്ട് വരും. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മുടെ ഇലക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ സെക്കൻഡ് വ്ളോഗാണ്. ഇന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാവുന്നത് നോക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ ഉച്ചയൊക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അന്നേരം നമ്മുടെ കിളിക്കൂടല്ല, നമ്മുടെ മീറ്റർ ബോക്സിനകത്ത് കുറച്ച് കിളിക്കുഞ്ഞുങ്ങളുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മളതിൻ്റെ ഒരു വീഡിയോ ഇറക്കിയതായിരുന്നു. അപ്പോൾ നമ്മളത് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു അതിൽ. അപ്പോൾ ഇപ്പം കൂട് ഫുള്ള് കാലിയായിരുന്നു. ഇന്നലെ വരെ നമുക്ക് അതിൽ നിന്ന് കിളിയുടെ കരച്ചിലും മേളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ അത് ഇല്ലാതായപ്പോൾ തന്നെ നമുക്ക് കൺഫേം ആയ സംഭവം പോയിട്ടുണ്ടെന്ന്. എന്തായാലും നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ കൂടുതൽ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു കൂട് മാത്രമേ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൂടൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതിനെടുത്ത് കളയാം. എന്തായാലും വേറെ കിളികളൊക്കെ വന്ന് നമുക്ക് എന്തെങ്കിലും മുട്ടയിടുവോ എന്നൊക്കെ നോക്കാം. എന്തായാലും നമുക്ക് ആ ഒരു കൂടും കാര്യങ്ങളും ഇപ്പോഴത്തെ ആ ഒരു ആളൊഴിഞ്ഞ വീട് പോലെ കിടക്കുന്ന ഒരു കൂട് കാണിച്ചു തരാം. അങ്ങനെ എന്തായാലും നമ്മുടെ മീറ്റർ ബോക്സ് നമ്മളൊന്ന് തുറന്നു നോക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കിളികളെല്ലാം പോയിട്ടുണ്ട്. ആളൊഴിഞ്ഞ വീട് പോലെ, ഇപ്പോൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വീട്ടിൽ കിടക്കുമല്ലോ, അതേപോലെ ഒഴിച്ചിട്ടിട്ട് പോയതാണ് ഈ കൂട്. അപ്പോൾ എന്തായാലും ഈ ഒരു കൂട് നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്ത് ഒഴിവാക്കാൻ പോവുകയാണ്. എന്തായാലും ഇപ്പോൾ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം എന്തായാലും നമ്മളിത് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റാൻ പോവുകയാണ്. മൊത്തം കാഷ്ടമൊക്കെയാണ്. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്ലാസ് കണ്ട, ഈ ഒരു ഗ്ലാസ് നമ്മുടെ ഈ ഒരു മീറ്റർ ബോക്സിൻ്റെ ഈ ഒരു മണ്ടയ്ക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലൂ പോയതോടുകൂടി ഇത് താഴെ വീഴുകയും ചെയ്ത് ഇതുവഴിയാണ് പിന്നെ നമ്മുടെ കിളികൾ കയറുകയും മുട്ടയിടുകയും അങ്ങനെ പരിപാടിയൊക്കെ നടന്നത്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കൂട് ഇതിനകത്ത് നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മാറ്റുകയാണ്. അതിൽ നിന്ന് കൂട് നമ്മുടെ കയ്യിൽ നിന്ന് അവിടെ ഒന്നും തട്ടാതൊക്കെ പെതിയെ നമ്മൾ ആ ഒരു കൂട് ഇളക്കിയെടുക്കുകയാണ്. പക്ഷേ നമ്മൾ ഇളക്കാൻ നേരമാണ് നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല കട്ടിക്കാണ്. നമ്മൾ പുറമേ നോക്കുമ്പം ഇച്ചിരി ചുള്ളിക്കമ്പ് അല്ലെങ്കിൽ ഇച്ചിരി ചകിരിനാര് ഇങ്ങനെയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ചെറിയ കിളിക്കൂട് അങ്ങനെ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ബലം അറിയണമെങ്കിൽ നമ്മളിതൊന്ന് എടുത്ത് തന്നെ നോക്കണം. ശരിക്കും ഇങ്ങനൊരു കൂട് ശരിക്കും ഇത്രയും ചുള്ളിക്കമ്പാണെന്ന് അറിയത്തില്ല എന്ത് സാധനം. ഇത് എന്തായാലും ചകിരിയല്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിൽ ഈ ഒരു കൂടിനകത്ത് ഈ ഒരു മീറ്റർ ബോക്സിനകത്ത് വന്ന് വെച്ച് ഇത്രയും നല്ല കട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചെടുക്കാൻ തന്നെ കുറച്ച് പാടുപെട്ടു. അത്യാവശ്യം നല്ല കട്ടിക്ക് അവിടെ ഇങ്ങനെ ഉറച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു ആ കൂട്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു ലെയറൊക്കെ ഉള്ളതെന്ന് വിചാരിക്കുമെങ്കിൽ അടിയിലോട്ട് നല്ല കട്ടിക്കാണ് ഈ ഒരു കൂട് വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ ആ മണ്ടയ്ക്ക് നിന്നുള്ളൊരു ലെയർ പറിച്ചെടുത്തപ്പോൾ തന്നെ കുറച്ച് അവിടെ ഇരുന്ന് പോയി. എന്തായാലും അതൊക്കെ എടുത്ത് കളയണം. എന്തായാലും ഈ ഒരു കിളി ഈ ഒരു ചകിരി വെച്ചോ അങ്ങനെ വെച്ചോ ഒന്നും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്തോ ഒരു നാരോ എന്തോ ഒരു സാധനം വെച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ ഇങ്ങനെ ഉഴുന്നൊഴുന്നിങ്ങി പോരും. പക്ഷേ ഒരുമിച്ച് വലിക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയാണ് സാധനത്തിന്. അതുമല്ല നമ്മുടെ വീടിൻ്റെ മടക്ക് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സൈസ് പായൽ ഇങ്ങനെ ഫോം ചെയ്യുമല്ലോ, ആ പായൽ വരെ വെച്ചിട്ടുണ്ട് ഈ ഒരു കൂടുണ്ടാക്കാൻ വേണ്ടി. അതുകൂടെ വെച്ചാണ് ഈ ഒരു കൂട് ഇത്ര സ്ട്രോങ് ആക്കിയേക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് പിന്നെയും അവിടെ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല പെർഫെക്ഷനോടെ ചെയ്ത ഒരു കൂടാണ്. ആ ഒരു കിളിക്ക് ഈ ഒരു കൂട് പണിയാൻ നേരം എത്രത്തോളം കംഫർട്ടാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം കംഫർട്ടാക്കി എടുത്ത് അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ തന്നെ ആയിരുന്നു ആ ഒരു കൂട് പണിഞ്ഞിരുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇത്രയും എടുത്ത് കളഞ്ഞിട്ടും പിന്നെയും അകത്ത് സാധനം ഇരിക്കുക. അപ്പോൾ ഇതിപ്പം നമ്മുടെ ഒരു മീറ്റർ ബോക്സ് ഇത്ര അലങ്കോലമായതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കിളികളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ സന്തോഷത്തോടെ തന്നെ ഇതിന് വിരിഞ്ഞിറങ്ങി പോയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത കിളി വല്ലതും വന്ന് മുട്ടയിടുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമ്മൾ ഗ്ലാസ് തിരിച്ച് അവിടെ ഒട്ടിക്കുന്നില്ല. നമ്മുടെ കൂട് പഴയപടി തന്നെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കിളികൾ വന്ന് മുട്ടയിടുവാണെങ്കിൽ മുട്ടയിട്ടോട്ടെന്ന് വെച്ച് നമ്മൾ തിരിച്ച് ഗ്ലാസ് അവിടെ ഒട്ടിക്കുന്നില്ല. എന്തായാലും ഇനിയും വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. വന്നാൽ നല്ലത്, വന്നില്ലേ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. എന്തായാലും കിളികൾക്കുള്ള ഒരു വലിയൊരു ടാലൻ്റാണ് ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് പവർഫുള്ളായിട്ട് തന്നെ കൂടുകൾ പണിയാൻ പറ്റുന്നത്. അങ്ങനെ ഇത്രയും നാളത്തെ അപ്ഡേറ്റിൽ നമ്മുടെ കിളികളെ കാണിച്ചുകൊണ്ടിരുന്ന കിളികളിരുന്ന കൂടാണ് എൻ്റെ ഈ കാണുന്നത്. എന്തായാലും അവരുടെ കൂടുപണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എടുക്കാനാദ്യം നല്ല പാടുപെട്ട്. കാരണം അത്യാവശ്യം നല്ല കട്ടിക്കാണ് ഇവർ ഈ കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതെന്ത് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിയാണെന്ന് വെച്ചാൽ ചകിരിയല്ല ഇവർ ഈ കൂട് വെച്ചേക്കുന്നത്. ഇതൊരു സൈസ് നമ്മുടെ ഈ ഇലയുടെയൊക്കെ സെൻറ്ററിൽ വരുന്നൊരു നാരില്ലേ, ഈ ഒരു നാര് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം വെച്ച് കാണിച്ചു തരാം. ഈ ഒരു നാര് ഒരെണ്ണം നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ്ട് ഇത്ര കാണുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ ഒരെണ്ണം. ഇതെന്തിൻ്റെയാണെന്ന് അറിയത്തില്ല. ഇത് ഏതോ ഇലയുടെ എന്തോ നാരോ അങ്ങനെ എന്തോ മരത്തിൽ നിന്ന് വീഴുന്ന എന്തോ ഒരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ആ കണ്ട അത്രയും കൂട് ആ ഒരു കിളി കാലിൻ്റെ കീഴിൽ ഒരാൾ വന്നിരിക്കുന്നത്. ആ ഒരു കാണുന്ന അത്രയും സ്ട്രക്ചർ അത്രയും കട്ടി കൊടുത്ത് അതിനെ പണിയാൻ പറ്റിയത് ആ ഒരു കൂട്. എന്തായാലും ഈ കാണുന്ന നാരിൽ നിന്നാണ് അത്രയും നല്ല ബലമുള്ള കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ വലിച്ച് പറിച്ചപ്പോൾ തന്നെ നല്ല പാടുണ്ടായിരുന്നു. അത് കട്ടിക്കെന്ന് വെച്ചാൽ നല്ല കട്ടിക്കായിരുന്നു അത് പണി വെച്ചിരുന്നത്.
എന്തായാലും അതിലെ കിളികളൊക്കെ പറന്നുപോയി. നമ്മൾ കൂടിങ്ങി മാറ്റി. നമ്മൾ തിരിച്ച് ഗ്ലാസ് ഒരു ഗ്ലാസ് അതിലൊന്നും ഒട്ടിക്കാൻ പോകുന്നു പോയിരുന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കിളിക്ക് ഒന്ന് മുട്ടയിടണമെങ്കിൽ അങ്ങനെ വന്ന് കയറി ഇടട്ടെ. എന്തായാലും ഒരു ഗ്രൂപ്പുകാർ പോയി. അതിലൊരു വിഷമമുണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കുഞ്ഞ് മരിച്ചു പോയായിരുന്നു, ഞാൻ കാണിച്ചായിരുന്നു. ഒരെണ്ണം മാത്രം സർവൈവ് ചെയ്തില്ല. ബാക്കി 3 എണ്ണം ഹെൽത്തി ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വളർന്ന് അടിപൊളിയായിട്ട് പറന്നു പോയായിരുന്നു. ഇനിയിപ്പോൾ ഈ കൂടങ്ങ് നമുക്ക് കളഞ്ഞേക്കാം. ഇതിനിയിപ്പം അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ അടുത്ത ഗ്രൂപ്പുകാരെന്തെങ്കിലും കൂടുണ്ടാക്കുവാണെങ്കിൽ ഇതെന്തോ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെങ്ങാണ്ട് എവിടെയോ നിൽക്കുന്ന ഒരു മരത്തിൽ ഇത്ര നാരുണ്ട്. ഞാൻ കാണിച്ചില്ല ഇവിടെങ്ങാണോ ഏകദേശം ഇതുപോലെ ഇതിൻ്റെ ഒരു ചെറിയൊരു സാധനമാണ് ആ ഒരു കൂടുണ്ടാക്കാൻ വേണ്ടി ആ ഒരു കിളി ഉപയോഗിച്ചേക്കുന്നത്. ഇതിലെ പോലത്തെ ഒരു ചെറിയൊരു സാധനം, ജസ്റ്റ് ഇലയുടെ സെൻറ്ററിൽ വരുന്നൊരു സാധനം. എന്തായാലും കിളികളുടെ കഥ അവിടെ എന്തായാലും കഴിഞ്ഞു. കുറേ നേരമായിട്ട് എൻ്റെ പുറകിന് ഒരാൾ വന്നിരിപ്പുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് എൻ്റെ കാലിൻ്റെ കീഴിൽ കിടന്ന് ചുറ്റുക. കുറേ നേരമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ. പിന്നെ ഇവളുടെ ഒരു കാര്യമുണ്ട്, നമുക്കത് അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കാം. ഇവളുടെ ഒരു പ്രോഗ്രാം, ഒരു പരിപാടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. സംഭവം അതൊരു വലിയൊരു അപ്ഡേറ്റാണ്. അപ്പം എന്തായാലും അത് നമുക്ക് അടുത്ത വീഡിയോ പറയാം. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ എന്തായാലും ജസ്റ്റ് നമ്മളിന്ന് ആ ഒരു കൂട് നോക്കിയപ്പോഴത്തേക്കും കിളിയൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഒരു വീഡിയോ എല്ലാം പറന്നു പോയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇറക്കാമെന്ന് വെച്ചു ഇറക്കിയതാണ്. എന്തായാലും ഇത് നമ്മുടെ ഒരു സെക്കൻഡ് വ്ളോഗ്, നമ്മൾ ഡെയിലി വ്ളോഗിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്തതാണ്. ഇത് നമ്മുടെ ഒരു സെക്കൻഡ് വ്ളോഗാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് വ്ളോഗും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം.